ഹായ് മക്കളെ, അസ്ലം സാറാണ്. ഉഷാറല്ലേടാ? എടാ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആസിഡ്സിനെ കുറിച്ചാണ്. മക്കളെ, ഒരുപാട് തരം ആസിഡിനെ കുറിച്ച് നമുക്കറിയാം അല്ലേ? എടാ, നമ്മുടെ ഡയറി ലൈഫിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തത് അല്ലെങ്കിൽ നമ്മളെ ഫ്രൂട്ട്സിലൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആസിഡ്. മാലിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ഒക്സാലിക് ആസിഡ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആസിഡ്സ് ഉണ്ട് അല്ലേ? നമ്മുടെ ഓറഞ്ചിൽ നോക്കുകയാണെങ്കിൽ സിട്രിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ എന്താടാ പുളിയിൽ നോക്കുകയാണെങ്കിൽ ടാർട്ടാറിക് ആസിഡ്. ഒരുപാട് എക്സാമ്പിൾസുകൾ ഉണ്ട് അല്ലേ മക്കളെ? നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആസിഡിൽ മെയിൻ ആയിട്ടുള്ളത് ആരൊക്കെ, അല്ലെങ്കിൽ അവരുടെ നെയിം ഒന്ന് കാണാതെ പഠിക്കുക എന്നുള്ളതാണ്. എടാ, മെയിൻ കോമ്പോണൻറ്റ് ഓഫ് ആസിഡ് ഈസ് ഹൈഡ്രജൻ. എടാ, ആസിഡ്സിൻ്റെ മെയിൻ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ആയിക്കോട്ടെ, എല്ലാ ആസിഡിലും പൊതുവായിട്ടുള്ള മെയിൻ കോമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ആണ്. ഇനി കാർബോണിക് ആസിഡുകളുണ്ട്, അത് ഓർഗാനിക് കെമിസ്ട്രിയായി ബന്ധപ്പെട്ടതാണ്. അതെന്നെ മക്കൾ ഹയർ സ്റ്റഡീസിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ ഫസ്റ്റ് ലെറ്റർ ആയിട്ട് കൊടുത്തത് ആരാടാ? ഹൈഡ്രജൻ ആണ്. അത് മോണോ ബേസിക്, ഡൈ ബേസിക്, ട്രൈ ബേസിക്, അങ്ങനെയൊക്കെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതൊക്കെ മക്കൾക്ക് പിന്നെ പറയാം. ഇപ്പോൾ എൻ്റെ മക്കൾ നോക്കിയടാ, ഇവിടെ HCl തന്നിട്ടുണ്ട്. എടാ, HCl എന്ന് പറഞ്ഞാൽ മക്കൾ പഠിച്ചു വെച്ചോ, അവനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഏതാ മക്കളെ? ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ പഠിച്ചു വെച്ചോ, HCl എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഇനി H2SO4. H2SO4 എന്ന് പറയുമ്പോൾ മക്കൾ ഇവിടെ ശ്രദ്ധിച്ചേ, ആരാണ്? എസ് അല്ലേ? എസ് കണ്ടോ? അത് ഏത് ആസിഡാ മക്കളെ? സൾഫ്യൂരിക് ആസിഡ്. ഏതാ മക്കളെ? സൾഫ്യൂരിക് ആസിഡ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ സി കണ്ടില്ലേടാ? എടാ, സി കണ്ട ഉറപ്പിച്ചോ, അവൻ ഏത് ആസിഡാണ് മക്കളെ? കാർബോണിക് ആസിഡ് ആണ്. ഏത് ആസിഡാണ്? കാർബോണിക് ആസിഡ്. സോ പഠിച്ചു വെക്കുക, ഹൈഡ്രോക്ലോറിക് ആസിഡ്. എസ് കണ്ടത് കൊണ്ട് സൾഫ്യൂരിക് ആസിഡ്, സി കണ്ടത് കാർബോണിക് ആസിഡ്. ഇനി പി കണ്ടാൽ അവനെ വിളിക്കുന്ന പേരാണ് മക്കളെ ഫോസ്ഫോറിക് ആസിഡ്. ഏതാ മക്കളെ? ഫോസ്ഫോറിക് ആസിഡ് എന്നാണ് പറയാം. ഇനി എൻ്റെ മക്കൾ പറഞ്ഞേടാ, ഇവിടെ ആണ് തന്നിട്ടുള്ളത്. കണ്ട എൻ്റെ മക്കൾ പഠിച്ചു വെച്ചോ, അവനെ വിളിക്കുന്ന പേരാണ് നൈട്രിക് ആസിഡ് എന്നാണ് വിളിക്കുക. എന്താ മക്കളെ വിളിക്കുക? നൈട്രിക് ആസിഡ്. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസിഡ്സിൻ്റെ പേരും അതുപോലെ തന്നെ അവരുടെ സിമ്പിൾസും പഠിച്ചു വെക്കുക. Cl കണ്ട ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്, എസ് കണ്ട സൾഫ്യൂരിക് ആസിഡ്, സി കണ്ട കാർബോണിക് ആസിഡ്, പി കണ്ട ഫോസ്ഫോറിക് ആസിഡ്, കണ്ട നൈട്രിക് ആസിഡ്. പഠിച്ചു വെക്കുക. ഇനി മക്കൾക്ക് എന്തെങ്കിലും പുതിയ തരം ആസിഡ്സ് അല്ലെങ്കിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സിൻ്റെ പേരൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫേവറേറ്റ് ആസിഡ്സ് ഉണ്ടെങ്കിൽ അവരൊക്കെ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല അസ്ലം സാറെ മിന്നൽ മാഷ് എന്ന അക്കൗണ്ട് എന്ത് ചെയ്യുക? ഫോളോ ചെയ്യുക. പിന്നെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ആസിഡ്സ് തന്നെ നമുക്ക് ഡിഫറൻറ്റ് നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അധികം ആസിഡ്സ് നമ്മൾ ഒരു ബ്രൗൺ ബോട്ടിലൊക്കെയാണ് സൂക്ഷിച്ച് വെക്കാറ്. കാരണം ഡയറക്റ്റ് എന്ത് തരാതിരിക്കാതിരിക്കാണ്, സൺലൈറ്റ് തട്ടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പഠിച്ചു വെക്കുക. അപ്പോൾ സെറ്റാക്കുക മക്കളെ. പിന്നെ മക്കളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ സൂപ്പർ ബാച്ച് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി CBSEൻ്റെ ഒരു പവർ ബാച്ച് തന്നെ ഉണ്ട്. പവർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് August 17 മക്കൾ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് മാത്സ് ബേസിക്, ഇംഗ്ലീഷ് ബേസിക്, ഹിന്ദി ബേസിക്, അതുപോലെ എന്താണോ ബേസിക് ക്ലാസ് അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യിക്കാരം? ഫ്രീ ആയിക്കാരം ഈ ആപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത്. August 17 പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ. ആദ്യം ചേരുന്ന 500 പേർക്കാണ് ഈ ഒരു ഓഫർ ഉള്ളത്. സ്പെഷ്യൽ പ്രൈസ് സെറ്റാക്കാൻ കൂടെ പോകുന്നോളി. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ബൈ.